സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുകയാണ്. ഏപ്രിൽ 20 മുതൽ മെയ് 3 വരെയാണ് സൂപ്പർ കപ്പ് ടൂർണമെന്റ് നടക്കുക. മെയ് 3-നാണ് ഫൈനൽ. ഒരു ഗ്രൂപ്പിൽ 4 ടീമുകളടങ്ങുന്ന 4 ഗ്രൂപ്പുകളാണ് സൂപ്പർ കപ്പിനുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ഐ-ലീഗ് 3-ലെ ഒരു ക്ലബ്ബ് അടങ്ങുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ്. ആദ്യ മത്സരം ജയിക്കുന്ന ടീം ക്വാളിഫയർ 1-ലേക്കും അതിൽ ജയിക്കുന്ന ടീം സെമി ഫൈനൽ 1-ലേക്കുമാണ് ക്വാളിഫൈ ചെയ്യുന്നത്. സെമി ഫൈനൽ 1-ൽ ജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിൽ കയറും. 4 മത്സരങ്ങൾ ജയിക്കുന്ന ടീമിന് സൂപ്പർ കപ്പ് സ്വന്തമാക്കാം. ഈസ്റ്റ് ബംഗാളായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. ഏപ്രിൽ 20 വൈകിട്ടാണ് മത്സരം നടക്കുക. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സൂപ്പർ കപ്പിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് പരിശീലനം നടത്തുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾക്കകം ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് വേണ്ടി കരിങ്കയിൽ എത്തിച്ചേരുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വരുന്ന സൂപ്പർ കപ്പിന് വേണ്ടിയും അടുത്ത സീസണിന് വേണ്ടിയുള്ള തന്റെ പ്ലാൻ ഡേവിഡ് കാറ്റാല പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. 6 വിദേശ താരങ്ങളെ സൂപ്പർ കപ്പിൽ ഉൾപ്പെടുത്താമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ എത്രമാത്രം വ്യക്തതയുണ്ടെന്ന് കണ്ടുതന്നെ അറിയണം. നിലവിലെ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. അതിൽ വിജയിക്കുന്ന ടീമിനെ ക്വാളിഫയർ 1-ലേക്ക് ക്വാളിഫൈ ചെയ്യും. ഏപ്രിൽ 26-നാണ് ക്വാളിഫയർ 1 മത്സരം നടക്കുക. അതിൽ വിജയിക്കുന്ന ടീമിനെ സെമി ഫൈനൽ 1-ലേക്ക് ക്വാളിഫൈ ചെയ്യും. ഏപ്രിൽ 30-നാണ് സെമി ഫൈനൽ 1 മത്സരം നടക്കുക. ശക്തരായിട്ടുള്ള ടീമുകളാണ് സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പിൽ ശക്തരായിട്ടുള്ള ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഉണ്ട്. അവരെ മറികടക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ലക്ഷ്യം. അത് ഇച്ചിരി പ്രയാസമാണെങ്കിലും അതിലേക്ക് എത്താനായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം. എന്തായാലും ഇത്തവണത്തെ സൂപ്പർ കപ്പ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കഠിനമേറിയതായിരിക്കും. ഇതെല്ലാം മറികടന്ന് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് ഫൈനലിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കാം.